ആന്ധ്രയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ സിനിമ എന്തെന്നു പോലും അറിയാതെ പട്ടിണിയിലും കഷ്ടപ്പാടിലും കഴിഞ്ഞിരുന്ന പെൺകുട്ടി യുവാക്കളുടെ മുഴുവൻ ഹരമായി മാറിയ കഥ. തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ എല്ലാ സിനിമാ ഇൻഡസ്ട്രികളും അടക്കിവാണ ആ കാലഘട്ടത്തിലെ എല്ലാ സൂപ്പർ താരങ്ങളുടെയും കൂടെ അഭിനയിച്ച പെൺകുട്ടിയുടെ കഥ. ഇത്തരത്തിൽ അവിശ്വസനീയമായൊരു കഥയാണ് സിൽക്ക് സ്മിതയുടെ ജീവിതം. ആന്ധ്രാപ്രദേശിലെ എല്ലൂർ സ്വദേശിയായ വിജയലക്ഷ്മിയാണ് സ്മിതയിലേക്കും അവിടെ നിന്ന് സിൽക്ക് സ്മിതയിലേക്കും രൂപാന്തരപ്പെട്ടത്. ഏലൂരുവിലെ ദെണ്ടുലുരു മണ്ഡലത്തിലെ കൊവ്വല്ലി ഗ്രാമത്തിൽ രാമല്ലുവിൻ്റെയും സരസമ്മയുടെയും മകളായി ഒരു തെലുങ്ക് കുടുംബത്തിലാണ് വിജയലക്ഷ്മി ജനിക്കുന്നത്. ദാരിദ്ര്യം കൊണ്ട് 4ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നവളാണ് സ്മിത. ബാലവിവാഹങ്ങൾ പതിവായിരുന്ന അക്കാലത്ത് വിജയലക്ഷ്മിയെയും ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചയച്ചു. എന്നാൽ ഭർത്താവും കുടുംബവും മോശമായി പെരുമാറിയതിനാൽ താമസിയാതെ അവർ ഭർതൃഗൃഹത്തിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. പട്ടിണി മാറ്റാൻ ഉപജീവന മാർഗം അന്വേഷിച്ച് ആ പെൺകുട്ടി തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ കേന്ദ്രമായിരുന്ന മദ്രാസിലെ കോടമ്പക്കത്തേക്ക് വണ്ടി കയറി. ആ യാത്രയാണ് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. കോടമ്പാക്കത്ത് ചെറിയ വീട്ടുജോലികളൊക്കെ ചെയ്ത് ജീവിച്ചു തുടങ്ങിയ വിജയലക്ഷ്മി അപർണ എന്ന സിനിമാ താരത്തിൻ്റെ മേക്കപ്പ് അസിസ്റ്റൻ്റായി. ആദ്യമൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ട ഒരു മാർഗം മാത്രമായിരുന്നു വിജയലക്ഷ്മിക്ക് കോടമ്പാക്കത്തെ സിനിമാ സെറ്റുകൾ. 1978 കന്നഡ ചിത്രമായ ബെഡിയിൽ മുഖം കാണിച്ചാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. 1979 ആന്റണി ഈസ്റ്റ്മാൻ സംവിധാനം ചെയ്ത ഇണയെ തേടി എന്ന സിനിമയിലൂടെയാണ് നായികയാവുന്നത്. ആ സിനിമ മുതൽ വിജയലക്ഷ്മി സ്മിതയായി. 1979 വണ്ടിച്ചക്രം എന്ന തമിഴ് ചിത്രത്തിലെ സിൽക്ക് എന്ന കഥാപാത്രമാണ് കരിയർ ബ്രേക്കായത്. അതോടെ സ്മിത സിൽക്ക് സ്മിതയായി. പിന്നീട് സ്മിതയുടെ വളരെ പെട്ടെന്നുള്ള വളർച്ചയാണ് സിനിമാ ലോകം കണ്ടത്. സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടി മാത്രമായി സിൽക്ക് 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 എന്ന ചിത്രം കൂടി പുറത്തു വന്നതോടെ സെക്സ് ബോംബ് എന്ന ടൈറ്റിൽ ഉറച്ചു. സിനിമകൾക്ക് ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന താരമായി സ്മിത. തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ചിത്രങ്ങളിൽ തിരക്കുള്ള നടിയായി അവൾ മാറി. സിൽക്കിൻ്റെ ആരെയും വലിച്ചെടുപ്പിക്കുന്ന കാന്തശക്തിയുള്ള കണ്ണുകളും വന്യമായ ചിരിയും വടിവൊത്ത ശരീരവും അനായാസ ചുവടുകളും കാണാൻ ആരാധകർ തടിച്ചുകൂടി. ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോലും സിൽക്ക് സ്മിത അന്ന് വാങ്ങിയത് അതത് ചിത്രങ്ങളിലെ നായികമാരേക്കാൾ കൂടുതൽ പ്രതിഫലമാണ്. പെട്ടിയിലായിപ്പോയ പല സിനിമകളും സിൽക്ക് സ്മിതയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം വെളിച്ചം കണ്ടു. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമകളിൽ പോലും സിൽക്ക് സ്മിത ഒരു അവിഭാജ്യ ഘടകമായി. നിർമ്മാതാക്കൾ സിൽക്കിൻ്റെ ഡേറ്റിനായി ക്യൂ നിന്നു. സിൽക്ക് കടിച്ച ആപ്പിളിന് ആരാധക കൂട്ടം പൊന്നും വിലയിട്ട സംഭവങ്ങൾ വരെയുണ്ടായി. അങ്ങനെ സ്മിത 17 വർഷം കൊണ്ട് അഭിനയിച്ചത് 450-ലേറെ സിനിമകളിലാണ്. കരിയറിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴും അവളുടെ വ്യക്തിജീവിതം അത്ര സുഖകരമായിരുന്നില്ല. സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ അപൂർവമായി മാത്രമേ അവർക്ക് കിട്ടിയുള്ളൂ. ശരീര പ്രദർശനത്തിനായി മാത്രം സിൽക്കിനെ മിക്ക ചിത്രങ്ങളിലും ഉപയോഗിച്ചു. സിനിമാ നിർമ്മാണത്തിലേക്ക് കടന്ന സ്മിതയ്ക്ക് നേരിടേണ്ടി വന്നത് കനത്ത പരാജയങ്ങളായിരുന്നു. അതും അവരെ കടുത്ത നിരാശയിൽ എത്തിച്ചിരുന്നു. ഒരു യുവ സംവിധായകനുമായി ഉണ്ടായിരുന്ന പ്രണയം തകർന്നതും സ്മിതയെ തകർത്തു കളഞ്ഞു. 1995 ചിത്രീകരിച്ച തങ്കത്താമരയാണ് സിൽക്കിൻ്റെ അവസാന ചിത്രം. നടി മരിച്ച് 11 വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രം പുറത്തിറങ്ങിയത്. ഒടുവിൽ തൻ്റെ 36-ാം വയസ്സിൽ സിൽക്ക് സ്മിത സ്വയം മരണം തിരഞ്ഞെടുത്തു. ഒരു കഷ്ണം കയറിൽ സിൽക്ക് ജീവിതം അവസാനിപ്പിച്ചു. തലേദിവസം സിൽക്ക് സുഹൃത്തായ അനുരാധയെ വിളിച്ച് കാണണം എന്നാവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കുടുംബപരമായ തിരക്ക് മൂലം പിറ്റേന്ന് കാണാം എന്നവർ പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് അവരെ തേടിയെത്തിയത് സ്മിതയുടെ മരണവാർത്തയായിരുന്നു. 1996 സെപ്റ്റംബർ 23 കോടമ്പാക്കത്തെ വസതിയിലാണ് സ്മിതയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവിധ പരിശോധനകൾക്കൊടുവിൽ ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ എന്തിന് സിൽക്ക് അത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. ആ ചോദ്യം ആരും ചോദിച്ചില്ലെന്ന് പറയുന്നതാകും ശരി. ജീവിച്ചിരുന്നപ്പോൾ സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്ന സിൽക്ക് മരിച്ചപ്പോൾ അവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആരും എത്തിയില്ല. കൂടെ അഭിനയിച്ചവരെയോ നിർമ്മാതാക്കളെയോ ഒന്നും ആ മരണം അലോസരപ്പെടുത്തിയില്ല. സിൽക്ക് സ്മിതയുടെ ചിത്രങ്ങൾ കാണാൻ ആദ്യ ദിനം തിയേറ്ററിൽ ഇരച്ചെത്തിയവരും
അവരുടെ ജീവനറ്റ ശരീരം കാണാൻ എത്തിയില്ല. ഒരു അനാഥ ശവം പോലെ ആ ഇതിഹാസ നായിക വിസ്മൃതിയിലാണ്ടു പോവുകയായിരുന്നു.